ചില കുടുംബശ്രീ താത്തമാരെ കണ്ടിട്ടില്ല. ഇവിടെ കുടുംബശ്രീ ഉണ്ടോ? ഇവിടെ കുടുംബശ്രീ ഉണ്ടോ? ഈ സർക്കാരിന്റെ വകുപ്പിൽ വെട്ടി തൂക്കണ അതില്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് കുടുംബശ്രീ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ സർക്കാർ തിരഞ്ഞെടുക്കും, ഏതെങ്കിലും വീട്ടിലേക്ക് വിടും, ചവറൊക്കെ തൂക്കാൻ പറയും, അവർ തൂക്കൂല, അവരിങ്ങനെ വെറുതെ ഇരിക്കും, ലാസ്റ്റിങ് പോലെ. അതാ കുടുംബശ്രീ. ഈ കുടുംബശ്രീയുടെ താത്തമാരുണ്ട് എങ്ങനെ എന്താ ചെയ്യണേ? അവിടെ ചെന്നിട്ട് അപ്പുറത്ത് തൊട്ടടുത്തൊരു താത്ത ഉണ്ടാവും. മോളെ നിന്റെ മാല കണ്ടില്ല മോസ, എന്ത് രസമുള്ള മാലയാ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ താത്താനെ മൂച്ചുമേങ്ങ് കേറ്റിട്ടോ അങ്ങാടി ചെന്നിട്ട് പറയും, ആമീനാനെ കണ്ടില്ലേ, ആമീനാണ് ഭർത്താവ് ഗൾഫിലാ, അയാൾ അതയച്ചു കൊടുക്കണത്, ഇതയച്ചു കൊടുക്കണ്. ഗൾഫിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തിട്ട് ആ പൈസക്ക് റീചാർജ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ചെറുക്കന്റെ പിന്നാലെ ഇങ്ങനെ ബൈക്കിൽ കയറി നിന്ന് പോകും. ആമീനാണ് മോളുടെ സ്വഭാവം ഒന്ന് ഇങ്ങനെ ചുമ്മാ ഫനായി ഫസാനും പറഞ്ഞ് നടക്കണം ചില ചങ്ങാതിമാര്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലുണ്ട് കല്യാണം മുടക്കണ ചങ്ങാതിമാർ. ഇവിടെ ഉണ്ടോ കല്യാണം മുടക്കണവരുണ്ടോ? ഞങ്ങളുടെ നാട്ടിലുണ്ട് കല്യാണം മുടക്കണ ചില ചങ്ങാതിമാര്. പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പമില്ല, നല്ല മാന്യനാ. പക്ഷെ ആരെങ്കിലും വന്ന് ആ പെണ്ണിനെ പറ്റി ഇവനോട് ചോദിച്ചാൽ രണ്ട് മുഖമാ. ആ പെണ്ണിനെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കണ ചില ചങ്ങാതിമാര്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു രണ്ട് മുഖമുള്ള ചങ്ങാതിമാര് പടച്ചവന്റെ പരലോകത്ത് നിന്യനാകുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനോഹരമാകുന്ന ഉമർ തങ്ങളുടെ ചരിത്രമുണ്ട്. ഉമർ തങ്ങളുടെ മനോഹരമാകുന്ന ചരിത്രം. ഈ പള്ളിയിൽ ഉസ്താദന്മാരെ വെറുതെ ഇങ്ങനെ തോണ്ടാൻ വേണ്ടി നിൽക്കുന്ന ചില ചങ്ങാതിമാരുണ്ടാവും. വെറും ചങ്ങാതിമാരുണ്ടാവും. പള്ളിയിൽ ഉസ്താദ് എങ്ങനെയെങ്കിലൊക്കെ തോണ്ടണം, മാന്തണം, ഉപരി തിരിച്ചൊന്നും പറയില്ലല്ലോ, പക്കേട്ട് ഇങ്ങനെ ഇരുന്നോളും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. ഒരു മനോഹരമാകുന്ന ചരിത്രം പഠിക്കണം. എന്തിനാ പഠിക്കണേ? തെറ്റിദ്ധാരണ മാറണം. ഊഹം പാടില്ല. ഒരാളെ പറ്റി ഊഹം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അവനെന്താ അങ്ങനെ, അവനെന്താ, അത് ഏറ്റവും വലിയ തെറ്റാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകട്ടെ. പരസ്പരം വിശ്വാസം വേണം. ഇന്ന് കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ത്വലാഖ് ഉണ്ടാകാനുള്ള കാരണം എന്തേ? ഊഹമാണ്. ഭാര്യനെ ഫോൺ വിളിച്ചു, കിട്ടിയില്ല. ഭാര്യ സ്വന്തം ബാപ്പാനെ ഫോൺ വിളിച്ചിട്ടായിരിക്കും, പക്ഷെ നീ അവനെ വിളിച്ചടാ, നീ അപ്പുറത്തെ മറ്റവനെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടിയും ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ചില ചങ്ങാതിമാർ. രാത്രി 1 മണിക്ക് വിളിക്കുമ്പോൾ ഭാര്യ ബിസി ആണെങ്കിൽ അത് ഊഹിക്കണം, എന്തെങ്കിലും തെറ്റുകാരനുണ്ടാവും. പക്ഷെ പകൽ 1 മണിക്ക് 2 മണിക്കൊക്കെ വിളിക്കുമ്പോൾ ഭാര്യനെ കിട്ടണില്ല. ഭാര്യ ചിലപ്പോൾ സ്വന്തം ബാപ്പാനെ വിളിച്ചതായിരിക്കും. അതിന് ഊഹിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ നടക്കും. മോനെ മരിക്കണ സമയത്ത് ഈ മരിച്ചു പടച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ നിന്യനായി നിൽക്കേണ്ടി വരുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം